നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ, ഒപ്പം ഞങ്ങളുണ്ട്. എയർ ഗൈഡ്, ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം. പാസ്പോർട്ട്, എയർ ടിക്കറ്റ്, ടൂർ പാക്കേജ്, ഹജ്ജ് ആൻഡ് ഉംറ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9539000666. 1.5 വർഷം മുമ്പ് അതിഭീകരമായ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട് ജില്ലയിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തിൻ്റെ വലിയ ഒരു പ്രയാസം നമ്മളൊക്കെ തന്നെ നേരിൽ കണ്ടതാണ്. ആ പ്രദേശത്തുള്ള ആളുകൾക്ക്, ദുരിതബാധിതർക്ക് ഇവിടെ തൃക്കാപ്പറ്റ എന്ന സ്ഥലത്ത് മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകുന്ന 51 ഭവനങ്ങളുടെ താക്കോൽദാന ചടങ്ങാണെന്ന്. 10,000-കണക്കിന് ആളുകളാണ് ഇവിടെ ഒഴുകിയെത്തുന്നത്. ഇവർക്ക് ഇന്നിവിടെ എത്തുന്ന ആളുകൾക്ക് വിശുദ്ധ റമദാൻ മാസമായതുകൊണ്ട് തന്നെ ഇവർക്ക് നോമ്പ് തുറക്ക് ആവശ്യമായ എല്ലാ വിഭവങ്ങളും ഒരുക്കിയിരിക്കുന്നത് നാദാപുരം നിയോജക മണ്ഡലത്തിലെ നരിപ്പറ്റ പഞ്ചായത്തിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ തന്നെ ഇവിടെ ദുരന്തമുണ്ടായപ്പോൾ ഈ പ്രദേശത്ത് വന്ന് ദിവസങ്ങളോളം ഇവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണം വിളമ്പിയ ഒരു വലിയ ടീമാണ്. ആ ടീം തന്നെയാണ് വീണ്ടും ഇവിടെ ഈ ഒരു ഗൃഹപ്രവേശ ചടങ്ങ് നടക്കുമ്പോൾ ഇവിടെയുള്ള 10,000-ലേറെ ആളുകൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം, നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ തയ്യാറെടുപ്പാണ് ഇവിടെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. നാദാപുരം മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള യൂത്ത് ലീഗ് പ്രവർത്തകർ ഇവരോടൊപ്പം ചേരുന്നുണ്ട്. നരിപ്പറ്റ പഞ്ചായത്തിന് ആതിഥ്യം വഹിക്കുന്നതെങ്കിലും മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാരും KMCC പ്രവർത്തകന്മാരൊക്കെ തന്നെ ഇവരോടൊപ്പം ചേർന്നുകൊണ്ട് ഈ ദൗത്യത്തിൽ പങ്കാളികളാവുകയാണ്. മാംഗോ ഹൈപ്പർ മാർക്കറ്റ്, കുവൈറ്റ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാംഗോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മാംഗോ റഫീഖാണ് ഇതിന് ആവശ്യമായ സാമ്പത്തിക സഹായമൊക്കെ ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നാദാപുരം മണ്ഡലത്തിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരാണ് ഈ ഒരു ഇവിടെ നടക്കുന്ന ഇഫ്താർ വിരുന്നിന് നേതൃപരമായ പങ്ക് വഹിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുവൈറ്റ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാംഗോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മാംഗോ റഫീഖ് ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹായത്തോടുകൂടി, MR നാസർ അടക്കമുള്ള ആളുടെ സഹായത്തോടുകൂടി ഇവിടെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരാണ് ഭക്ഷണമൊക്കെ വിളമ്പുക. 10,000-ഓളം ആളുകൾക്ക് വിഭവസമൃദ്ധമായ നോമ്പുതുറ വിഭവങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നാദാപുരം മണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഹാരിസ് നമ്മോടൊപ്പമുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായ നാൾ മുതൽ അവരോട് ചേർന്ന് നിന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗവാക്കായ ആളുകളാണ് നെരിപ്പറ്റയിലെ യൂത്ത് ലീഗിൻ്റെ വൈറ്റ് കാർഡ് ടീം. ഇന്ന് അവരാണ് ഈ സന്തോഷ നിമിഷത്തിൽ ഇവിടെ എത്തുന്ന ആളുകൾക്കെല്ലാം ഇഫ്താർ വിരുന്നൊരുക്കിയിരിക്കുന്നത്. അതിനു വേണ്ടിയുള്ള നമുക്ക് സാമ്പത്തിക സഹായമൊക്കെ ചെയ്തു തന്നിട്ട് പ്രിയപ്പെട്ട റഫീഖ് അഹമ്മദ് അവറുകളാണ്. തുല്യതയില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നാദാപുരത്ത് നേതൃപരമായ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന കുവൈറ്റ് ആസ്ഥാനമായിട്ടുള്ള മാംഗോ ഗ്രൂപ്പാണ്. അതിൻ്റെ ചെയർമാൻ പ്രിയപ്പെട്ട റഫീഖിൻ്റെ നേതൃത്വത്തിലുള്ള ഖമറിൻ്റെയും അതേപോലെ തന്നെ VP റഫീഖിൻ്റെയും MR നാസിയുടെയൊക്കെ നേതൃത്വത്തിലുള്ള വലിയൊരു ടീം ഇവിടെ കഴിഞ്ഞ 2 ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇവിടെ എത്തുന്ന ആയിരക്കണക്കിന് ആൾക്കാർക്കുള്ള ഇഫ്താർ കിറ്റ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മാംഗോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടർ റഫീഖ്. കൂടുതലായി ഒന്നും പറയുന്നില്ല, ഏകദേശം നോമ്പ് തുറക്കേണ്ട സമയമായി. എന്തായാലും ഈ ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ പ്രയാസപ്പെട്ട ആ കുടുംബങ്ങൾക്ക് അവരോട് ചേർന്ന് നിന്ന് ഒരു ദിവസമെങ്കിലും അവരെ പ്രയാസത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ, അവരെ തൃപ്തിപ്പെടുത്താൻ ചെറുതായെങ്കിലും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച 51 വീടുകളുടെ കൈമാറ്റ ചടങ്ങാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി മാറുന്നതിന് വേണ്ടി നെരിപ്പറ്റ വൈറ്റ് കാർഡ് ഒരുക്കിയ വിഭവ സമൃദ്ധമായ ഇഫ്താർ വിരുന്നുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ട റഫീഖ് സാഹിബ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. മുസ്ലിം ലീഗ്
വയനാട് തൃക്കാപ്പറ്റയിൽ നിർമ്മിച്ചു നൽകിയ 51 ഭവനങ്ങളിൽ ഓരോ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതുപോലെയുള്ള 51 വീടുകളാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ പുറത്ത് അതിഗംഭീരമായ ചടങ്ങ് നടക്കുകയാണ്. വീടിൻ്റെ താക്കോൽ കൈമാറ്റ ചടങ്ങ്. 10,000-ലേറെ ആളുകൾ പങ്കെടുക്കുന്ന മനോഹരമായ ചടങ്ങ് പുറത്ത് നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ഈ വീട് കാണാൻ ആളുകളുടെ പ്രവാഹമാണ്. പല ദിക്കുകളിൽ നിന്നെത്തിയ ആളുകൾ ഈ വീട് ഉള്ളും പുറവും കാണാനുള്ള തിരക്കിലാണ്. ഏതായാലും മനോഹരമായ വീടാണ്. 1000-ലേറെ സ്ക്വയർ ഫീറ്റുള്ള ഇത്രയും നല്ല ഗംഭീരമായ വീട് പണിത് നൽകിയ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ടാണ് ആളുകൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ആ കാളരാത്രി കണ്ടവരാണ് നിങ്ങൾ. ഈ പുതിയ വീടുകളിൽ താമസിക്കാൻ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വസതികളിലേക്കാണ് കാലെടുത്ത് വെച്ച് പ്രവേശിക്കുന്നത്. അന്നത്തെ ഇരുണ്ട രാവിൽ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാകാത്തതാണ്. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ പല ദുരന്തങ്ങളും കാണുന്നതാണ്, പല ദുരന്ത ഭൂമികളും സന്ദർശിക്കുന്നവരാണ്. പക്ഷേ അപൂർവമായിട്ട് മാത്രമേ ആ ദുരന്തങ്ങൾക്കുള്ള പരിഹാരം കാണാൻ ഞങ്ങൾക്ക് സാധിക്കാറുള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ ഈ പുതിയ ഭവനങ്ങളിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ മനുഷ്യരുടെ കാരുണ്യം അതിന് പാത്രീഭൂതരായിക്കൊണ്ടാണ് ഇവിടത്തേക്ക് പ്രവേശിക്കുന്നത്. വയനാടിനോട് ജനങ്ങൾ കാണിച്ച, മനുഷ്യർ കാണിച്ച കാരുണ്യമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്നെ ഏറ്റവും അധികം വികാരാധീനയാക്കുന്നത്. Nothing and no one can ever give you back what you lost. We cannot replace what you lost. But these houses, which will be your new homes, will hopefully give you some sense of shelter, safety and comfort. And they are our way of trying to say that we are with you and we stand with you throughout your struggle to stand on your feet again, until each one of you has rebuilt a life for yourselves and has been able to move on from this terrible tragedy.